ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻക്ലൂഡിങ് സ്റ്റാറ്റിക് ഫയൽസ് ആസ് റിസോഴ്സസ്. അതായത് സ്റ്റാറ്റിക് ഫയൽസ് എങ്ങനെ റിസോഴ്സസ് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇഫ് യുവർ ആപ്ലിക്കേഷൻ റിക്വയർസ് എക്സ്റ്റേണൽ ഫയൽ റിസോഴ്സസ്, യു ക്യാൻ ഇൻക്ലൂഡ് ദം ഇൻ യുവർ ഡിസ്ട്രിബ്യൂഷൻ പാക്കേജ് ബൈ പ്ലേസിംഗ് ദം ഇൻ റിസോർസ് ഓഫ് ഫോൾഡർ ഓഫ് യുവർ പ്രൊജക്റ്റ് ഹൈറാർക്കി. നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക്, ആൻഡ്രോയിഡ് പ്രൊജക്റ്റിലേക്ക് എക്സ്റ്റേണൽ ഫയൽസ് ആവശ്യമുണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ പാക്കേജിലെ റിസോർസ് ഓഫ് ഫോൾഡറിലാണ് സ്റ്റോർ ചെയ്യുക. To access these read-only file resources, call the open-row resources method from your applications. Resources object receive an input stream based on specific file. ഈ സ്റ്റോർ ചെയ്ത എക്സ്റ്റേണൽ ഫയൽ റിസോഴ്സസ് എല്ലാം കോൾ ചെയ്യുക ഓപ്പൺ റോ റിസോഴ്സസ് മെത്തേഡ് വെച്ചിട്ടാണ് കോൾ ചെയ്യുക. ഇതിൻ്റെ ഒബ്ജക്റ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം ബേസ് ചെയ്തിട്ടാണ് ഓരോ ഫയലും റിസീവ് ചെയ്യുക. പിന്നെ ഫയൽ നെയിം എങ്ങനെ പാസ് ചെയ്യാന്ന് വെച്ചാൽ r.row ക്ലാസ് വെച്ചിട്ടാണ് ഫയൽ നെയിം പാസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. റിസോഴ്സസ് മൈ റിസോഴ്സസ് ഈക്വൽ ടു ഗെറ്റ് റിസോഴ്സസ് ഇൻപുട്ട് സ്ട്രീം മൈ ഫയൽ ഈക്വൽ ടു മൈ റിസോഴ്സസ് ഡോട്ട് ഓപ്പൺ റോ റിസോഴ്സസ് പരാമർശത്തിനുള്ളിൽ r.row മൈ ഫയൽ നെയിം. അതായത് റിസോഴ്സസ് എന്ന ഒബ്ജക്റ്റിൻ്റെ നെയിം മൈ ഫയൽ എന്നാണ് നമ്മളിവിടെ ഫയലിൻ്റെ നെയിം കൊടുത്ത മൈ ഫയൽ നെയിം. പിന്നെ ഓപ്പൺ റോ റിസോഴ്സസ് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് കോൾ ചെയ്ത്. ആഡിങ് റോ ഫയൽസ് ടു യുവർ റിസോഴ്സസ് ഹൈറാർക്കി ഈസ് ആൻ എക്സലൻറ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ലാർജ് pre-existing data resources such as dictionaries for existing which is not desirable to convert them into Android database. അതായത് ആൾട്ടർനേറ്റീവ് ഫയൽസ് എല്ലാം ആൻഡ്രോയിഡ് ഡാറ്റാബേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്. പക്ഷേ പ്രീ എക്സിസ്റ്റിംഗ് ഡാറ്റ റിസോഴ്സസ് എല്ലാം ആണെങ്കിൽ ആൻഡ്രോയിഡ് ഡാറ്റാബേസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ്രോയിഡ് റിസോഴ്സസ് മെക്കാനിസം ലെറ്റ്സ് യു specify alternative resources files for different languages, location and hardware configuration. ആൻഡ്രോയിഡ് റിസോഴ്സ് മെക്കാനിസം എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് ഫയൽസ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ലൊക്കേഷനെല്ലാം ഹാർഡ്വെയർ കോൺഫിഗറേഷൻസിന് വേണ്ടി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, you could create an application that loads a different dictionary resources based on users language setting. വർക്കിംഗ് വിത്ത് ഫയൽ സിസ്റ്റം, ഫയൽ മാനേജ്മെൻറ്റ് ടൂൾസ് നോക്കാം. ആൻഡ്രോയിഡ് സപ്ലൈസ് സം ബേസിക് ഫയൽ മാനേജ്മെൻറ്റ് ടൂൾസ് ടു ഡീൽ വിത്ത് ഫയൽ സിസ്റ്റം. മെനി ഓഫ് ദീസ് യൂട്ടിലിറ്റീസ് ആർ ലൊക്കേറ്റഡ് വിത്തിൻ java.io ഫയൽ പാക്കേജ്. അത് നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് സപ്ലൈ ചെയ്യണം ഫയൽ മാനേജ്മെൻറ്റ് ടൂൾസാണ് നോക്കണം. അതിൽ ഈ ഫയൽസ് എല്ലാം ലൊക്കേറ്റ് ചെയ്യുന്നത് java.io ഫയൽ എന്ന് പറഞ്ഞ പാക്കേജിലാണ്. Android supplies some specialized utilities for file management that are available from application context. ഡിലീറ്റ് ഫയൽ എന്ന് വെച്ചാൽ നമ്മുടെ ഫയൽസ് കറണ്ട് ഫയൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഫയൽ ലിസ്റ്റ് ഉപയോഗിക്കുന്നത് വെച്ചാൽ റിട്ടേൺ ചെയ്യണം. ഒരു സ്ട്രിങ് അറേയിൽ നമ്മുടെ ഫയലിൻ്റെ കറണ്ട് ആപ്ലിക്കേഷൻ റിട്ടേൺ ചെയ്യും. Many applications will create or download files that are specific to the application. There are two options for storing these applications specific files internally or externally. അത് ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഇൻറ്റേർണൽ എക്സ്റ്റേണലായിട്ട് രണ്ട് തരത്തിൽ സ്റ്റോർ ചെയ്യാം. ആൻഡ്രോയിഡ് ഓഫേഴ്സ് ടു കറസ്പോണ്ടിങ് മെത്തേഡ്സ് ബൈ ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് get dir and get external files dir, both of which return a file object that contains path to internal or external file storage directory. ഒരു ഫയൽ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നതാണിത്. ഗെറ്റ് ഡിറും ഗെറ്റ് എക്സ്റ്റേണൽ ഫയൽസ് ഡിറും. ഗെറ്റ് ഡിർ ഉപയോഗിക്കുന്നത് ഇൻറ്റേർണൽ ഫയൽ ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യാനും റിട്ടേൺ ചെയ്യാനാണ് ഗെറ്റ് ഡിർ ഉപയോഗിക്കുക. ഗെറ്റ് എക്സ്റ്റേണൽ ഫയൽസ് ഡിർ എക്സ്റ്റേണൽ ഫയൽസിനാണ് ഉപയോഗിക്കുക. ഫയൽ സ്റ്റോർഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോൾഡർ യൂസ് സ്പെസിഫിക് വാരൻ്റ് ആപ്ലിക്കേഷൻ ആൻഡ് ഫയൽ and are typically not detected by the media scanner and therefore won't be added to media library file. ഇത് പ്രൈവറ്റ് ഫയൽ ആയതിനെ കൊണ്ട് തന്നെ മീഡിയ ലൈബ്രറിയിലൊന്നും വിസിബിൾ ആയിരിക്കില്ല. ക്രിയേറ്റിംഗ് പ്രൈവറ്റ് ആപ്ലിക്കേഷൻ ഫയൽ. Android offers to open file input and open file output methods
simplify reading and writing stream from and to file stored in the application sandbox. The open file input to open file output method ആണ് നമ്മൾ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. സ്ട്രിംഗ് ഫയൽ നെയിം ഈക്വൽ ടു ടെംപ് ഫയൽ ഡോട്ട് ടി എം പി. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഫയൽ നെയിം ഇപ്പോൾ ടെംപ് ഫയൽ ടി എം പി ഫയൽ നെയിമായിട്ട് സെറ്റ് ചെയ്ത് ഇനി എങ്ങനെ ഔട്ട്പുട്ട് ഫയൽ സ്ട്രീം ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം FOS ഈക്വൽ ടു ഓപ്പൺ ഫയൽ ഔട്ട്പുട്ട് ഫയൽ നെയിം കോണ്ടക്സ്റ്റ് ഡോട്ട് മോഡ് പ്രൈവറ്റ്. ഇങ്ങനെയാണ് ഒരു ഔട്ട്പുട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ബൈ ഡിഫോൾട്ട് മോഡ് കൊടുത്താലും ഈ ഫയൽ പ്രൈവറ്റ് ആയിരിക്കും. പിന്നെ ഒരു ന്യൂ ഫയൽ ഇൻപുട്ട് സ്ട്രീം ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഫയൽ ഇൻപുട്ട് സ്ട്രീം FIS ഓപ്പൺ ഫയൽ ഇൻപുട്ട് ഫയൽ നെയിം. By default, file created using open file output method are private to the calling application. A different application will be dynamic. ഇത് നമ്മൾ പറഞ്ഞതാണ്. ബൈ ഡിഫോൾട്ട് മോഡ് പ്രൈവറ്റ് ആയിരിക്കുന്നു. ഇനി പബ്ലിക് ആക്സസ് ഫയൽസ് ആണെങ്കിൽ ജസ്റ്റ് എന്താണ് മോഡിനോടത്തിൽ വേൾഡ് റീഡബിളോ മോഡ് വേൾഡ് റൈറ്റബിളോ ആഡ് ചെയ്താൽ മതി. ദ സ്റ്റാൻഡേർഡ് വേ ടു ഷെയർ ഫയൽ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ ഈസ് ടു യൂസ് എ കണ്ടന്റ് പ്രൊവൈഡർ. Alternatively, you can either context.mode world readable or context.mode world writable. When creating the output file, make it available in the other application. String output file equal to public.copytxt. File output stream FOS equal to open file output file context.mode world writable. ഇതാണ് ഒരു എക്സാമ്പിൾ.